പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10-ലായിരിക്കും ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. സജി ലൂക്കോസ്, ആ ബെഞ്ച് മാർക്ക് വിധിന്യായത്തിൽ കോടതി പറയുകയാണ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഈ സർക്കാർ സ്ഫിങ്സ് ലൈക്ക് സൈലൻസ് എന്ന് പറഞ്ഞാൽ അതിനിഗൂഢമായ ഒരു നിശബ്ദത വെച്ച് പുലർത്തിയില്ലേ? ഈ കോടതി പറഞ്ഞപ്പോഴത്തേക്കല്ലേ അത് വെളിച്ചം കണ്ടത് എന്നൊക്കെ സർക്കാരിനും നിശിതമായ വിമർശനമുണ്ട്. റജി ലൂക്കോസ്. തീർച്ചയായിട്ടും അതിലേക്ക് വരുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ഹരീഷ് വാസുദേവൻ വക്കീൽ പറഞ്ഞതിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു മറുപടി പറയാനാണ് ഞാൻ ആദ്യം ആഗ്രഹിക്കുന്നത്. രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്, അതിനുള്ള സമയം അല്പം അനുവദിക്കണം. ഒന്ന്, ഈ സിദ്ദിഖ് എന്ന് പറയുന്ന നടനെതിരെ ആരോപിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ കോടതിന് മുമ്പിൽ വന്നിരിക്കുന്ന രീതിയിലുള്ള ക്രൂരമായ വേട്ടയാടൽ മറ്റുള്ളവരുടെ പേരിൽ വന്നിട്ടില്ല. ഈ മുകേഷിന്റെ പേരിലാണെങ്കിലും ഇടവേള ഭവന്റെ പേരിലാണെങ്കിലും സംവിധായകൻ രഞ്ജിത്തിന്റെ പേരിലാണെങ്കിലും അവർ ചെയ്ത പീഡനങ്ങളൊന്നും ചെറുതായിട്ട് ഞാൻ പറഞ്ഞാൽ, പക്ഷേ ഈ പെൺകുട്ടി ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങൾ ഇപ്പൊ കേരളീയ പൊതുസമൂഹം വിശ്വസിക്കുന്നതിന് കാരണം എന്തുകൊണ്ടാണ്? ഈ പെൺകുട്ടി ഇങ്ങനെ തനിക്ക് ഇങ്ങനെ ഈ സിദ്ദിഖിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതെന്താണെന്ന് ഇപ്പൊ ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട്. ഇവിടെ എല്ലാവർക്കും അറിയാം. പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, പിന്നെ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, നിങ്ങൾക്ക് ഈ പരാതിയായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചു. പറഞ്ഞു, എന്നോട് സാമ്പത്തികമല്ല, ഞാൻ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. പക്ഷേ സിദ്ദിഖ് കാണിച്ചെന്താ? അതാണ് പറയുന്നത് വിധി എന്ന് പറയുന്നതാ. സിദ്ദിഖ് പക്ഷേ അവർക്കെതിരെ വാദിയെ കുറ്റവാളിയാക്കിക്കൊണ്ട് DGP കൊണ്ട് പരാതി കൊടുത്തു. അപ്പോൾ മാധ്യമങ്ങളുടെ മുമ്പിൽ അവർ പിന്നെയും പ്രത്യക്ഷപ്പെട്ട് പറയേണ്ട സാഹചര്യമുണ്ട്. അതിലുപരിയായിട്ട് SIT ഉദ്യോഗസ്ഥർ അവരെ നേരിട്ട് കണ്ട് അവർക്ക് ധൈര്യം കൊടുത്തു, നിങ്ങൾ വരൂ, ഞങ്ങൾ ഒപ്പം ഉണ്ട്, ഗവൺമെന്റ് ഒപ്പം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ സധൈര്യം വന്നവരെ കീഴ്പ്പെടുത്താൻ അവരെ പിന്നെ എന്താ പറയുക, കൈമുടക്ക് കൊടുത്തോ അല്ലയോ സ്വാധീനിക്കാനൊക്കെ ശ്രമിച്ചവരൊക്കെ അവർ പറഞ്ഞു. അവർ വീണ്ടും ധൈര്യപൂർവ്വം മുന്നോട്ട് വന്നു. ഇന്ന് കോടതി വിധിയിലൂടെ അതെല്ലാം വളരെ വസ്തുതാപരമാണെന്ന് മുൻകൂർ ജാമ്യം നിഷേധിച്ചിലൂടെ വസ്തുതയായിരിച്ചു. തന്നെയുമല്ല, ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. കോടതി അപ്രീഷിയേറ്റ് ചെയ്യുന്ന കോടതി അപ്രീഷിയേറ്റ് ചെയ്യില്ല, സല്യൂട്ട് കൊടുക്കുന്നതിനൊപ്പം തന്നെ എന്തായാലും കാരണം എന്തുകൊണ്ടാണ്? അവരുടെ നിശബ്ദമായിട്ടുള്ള ഈ നടികൾക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന പിന്നെ ഇരകൾക്ക് അനുകൂലമായിട്ട് എടുത്ത അവരുടെ നീക്കങ്ങൾ, അവരെ രഹസ്യമായി കൊണ്ട് കൊടുത്ത പിന്തുണയുമാണ് ഇവർക്ക് കറേജസ് ആയിട്ടുള്ള നിലപാടിലേക്ക് അവരെ കൊണ്ട് നയിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. അത് തന്നെയല്ല, ഈ പറയുന്ന മാസ്കറ്റ് ഹോട്ടലിലാണെങ്കിൽ ആ റൂമിലാണെങ്കിലും അതൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല. അതെല്ലാം വസ്തുതാപരമായിട്ട് പിന്നെ ഇയാൾക്കെതിരെയുള്ള തെളിവാണെന്നുള്ളൊരു കോടതി പരാമർശിച്ചപ്പോൾ അത് വാസ്തവത്തിൽ അതിനോടൊപ്പം ചേരാനാണ് കേരളീയ പൊതുസമൂഹം അംഗീകരിക്കണം എന്നുള്ളവരും അടിവരായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നാളെ ഇത് കേരളത്തിൽ ഇനി ആരും ആഗ്രഹിക്കാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, സിനിമ എന്ന് പറയുന്നത്, ഇപ്പം ബൈജു കട്ടാരക്കാരൻ എൻ്റെ സുഹൃത്ത് ഈ ഫീൽഡിലുള്ള ആളാണ്, ഞാനും എനിക്ക് മുൻകാല സിനിമാ ചരിത്രമുള്ള ആളാണ്. പക്ഷേ ഈ ഫീൽഡിലുള്ളവരിൽ വലിയ നേരിയ ഒരു ശതമാനം മാത്രമേ ഈ വഴിവിട്ട് പോകുന്നവരുള്ളൂ. അല്ലാത്തവരൊന്നും ഇങ്ങനെയുള്ളവരല്ല എന്ന് പറയാനായിട്ട് ഞാൻ അടിവരയിട്ട് തന്നെ പറയാൻ ആഗ്രഹിക്കുക. ശരി, അത് നമ്മളെപ്പോഴും അടിവരോട് പറഞ്ഞു. ഹേമ കമ്മിറ്റി അടിവരോട് പറയുന്നുണ്ട്, എല്ലാവരും ഇത്തരക്കാരല്ല, ചെറിയ ന്യൂനപക്ഷമേ ഉള്ളൂ, അവരെ പുറത്താക്കണമെന്നേ പറയുന്നുള്ളൂ. ഞാൻ ശ്രീ ശ്രീത് പരിമന, ഇവിടെ ഇപ്പോൾ നേരത്തെ ശ്രീ രാഹുൽ ഈശ്വർ പറയും പോലെ ബലാത്സംഗ പരാതികളിൽ മൊഴിയുടെ ഇര പറഞ്ഞോളൂ. ഒറ്റ കാര്യമുള്ളൂ, മറുവശമുണ്ട്. ഇപ്പം നവീൻ പോളിക്കെതിരെ ഒരു സ്ത്രീ ദുബായിൽ വെച്ച് പീഡിപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വാർത്താ പ്രാധാന്യം നേടി വലിയ രീതിയിൽ ബ്രേക്ക് ചെയ്തു. താൽക്കാലികമായിട്ടുള്ള അയാളുടെ ഇമേജ് ഡാമേജ് ആയിപ്പോയി. അയാൾ പത്രസമ്മേളനത്തിലൂടെ സത്യാവസ്ഥ പറഞ്ഞു. അയാൾ പിന്നെ DGPക്ക് പരാതി കൊടുത്തു. അയാൾ ആരോപിക്കപ്പെട്ട ദിവസം കേരളത്തിലാണെന്നുള്ളൊരു തെളിവ് പുറത്തു വന്നപ്പോൾ ആ ആരോപിത് പറഞ്ഞത് എന്താ? എന്റെ ഉറക്കക്ഷീണം കൊണ്ട് ഞാൻ ഡേറ്റ് മാറിപ്പോയെന്ന്. കള്ളനാണയങ്ങൾ പുറത്തു വരട്ടെ. ആ കള്ളനാണയങ്ങൾ ശിക്ഷിക്കപ്പെടുകയും ഉറപ്പായും അത് തന്നെ അത് കറക്റ്റ് നിലപാടാണ്.